അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ഹൃദയാഘാതം. അപ്പോളോ ആശുപത്രി രാത്രിയോടെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് വാർഡിൽ ചികിത്സയിലായിരുന്ന ജയലളിതയെ ഇപ്പോൾ വീണ്ടും ഐസിയുയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിവൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് തമിഴ്നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നുണ്ട്. മനു, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് തമിഴ്നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിലവിൽ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അപ്പോളോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും ഗവർണറോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ച വിവരങ്ങൾ ഇപ്രകാരമാണ്. ഈ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. അതിനാൽ തന്നെ ഹൃദ്രോഗ വിദഗ്ധർ, പൾമോളജിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ വിദഗ്ധർ എന്നിവരുടെ സംഘം ജയലളിതയെ പരിശോധിച്ചു വരുന്നു എന്നാണ് നൽകിയിരിക്കുന്ന വിവരം. കൂടാതെ ജയലളിതയുടെ ഹൃദയവും ശ്വാസകോശവും ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന ഔദ്യോഗിക വിശദീകരണം കേന്ദ്ര സർക്കാരിന് ഈ അപ്പോളോ ആശുപത്രി അധികൃതർ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ എന്തായാലും സ്ഥിതി ഡോക്ടർമാരുടെ കനത്ത നിരീക്ഷണത്തിലാണ്. ദില്ലി എയിംസിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി അപ്പോളോ ആശുപത്രിയിൽ എത്തി ജയലളിതയെ പരിശോധിച്ചു വരികയും ചെയ്യുകയാണ്. വിദഗ്ധ സംഘം എയിംസിൽ നിന്നും, അതായത് പൾമോളജിസ്റ്റും ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെയും അതിവിദഗ്ധ സംഘങ്ങളാണ് ദില്ലിയിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി അപ്പോളോ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. ഇവരുടെ കൂടി നിരീക്ഷണത്തിലും ചികിത്സയിലുമാണ് ജയലളിത. അതോടൊപ്പം ലണ്ടനിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടറാണ് ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ജയലളിതയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായത്. ഇതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു, മന്ത്രിമാർ, AIADMK നേതാക്കൾ തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. പിന്നീട് അടിയന്തര മന്ത്രിസഭാ യോഗം ആശുപത്രിയിൽ തന്നെ ചേരുകയുമാണ് ചെയ്തത്. നിലവിൽ എന്തായാലും അപ്പോളോ ആശുപത്രിയുടെ കവാടത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി തമിഴ്നാട് മന്ത്രിസഭാ യോഗം അപ്പോളോ ആശുപത്രിയിൽ ചേരുകയും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം സംബന്ധിച്ചായിരുന്നു പ്രധാന ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഗവർണർ വിദ്യാസാഗർ റാവു തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിക്കുകയും ക്രമസമാധാന നിലയിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ അടിയന്തരമായി ചില നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അർദ്ധ സൈനിക വിഭാഗത്തെ സംസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ ഇന്നലെ രാത്രി തന്നെ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. ഇതിനെ തുടർന്ന് 9 ബറ്റാലിയൻ അർദ്ധ സൈനിക വിഭാഗത്തെ ഇപ്പോൾ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. തമിഴ്നാടിന് പുറമെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളോടും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കർണാടകത്തിലും സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേരള അതിർത്തിയിലും സുരക്ഷ കർശനമാക്കണമെന്നൊരു വലിയ നിർദ്ദേശവും കൂടി ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഗവർണർ കൂടാതെ അപ്പോളോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ ഈ ആരോഗ്യനില ഗുരുതരം എന്ന വിവരം തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെയും അറിയിച്ചത്. ഇതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ വിവരം ധരിപ്പിക്കുകയും ഇതിനെ തുടർന്നാണ് സുരക്ഷ കർശനമാക്കുന്നതിനായി ഗവർണറുടെ ആവശ്യപ്രകാരം കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ കൂടി സംസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചെന്നൈയിലെ കോളേജുകൾക്കും സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മദ്ര, അണ്ണ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അണ്ണ സർവകലാശാലയുടെ പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ജയലളിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ ഡയറക്ടറും അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് പനിയും ശ്വാസതടസ്സവും മൂലം ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ അന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥിതി വിവരങ്ങൾ അപ്പോളോ ആശുപത്രി അധികൃതരിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല. ഗവർണർ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലും ഇതിൽ സ്വീകരിച്ച നടപടികൾക്കും ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ക്രമസമാധാന പ്രശ്നമുണ്ട്, ഇതിൽ നടപടി ശക്തമാക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഇതിനെ തുടർന്നാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും ജയലളിതയുടെ ആരോഗ്യം എത്രയും വേഗം മെച്ചപ്പെടണമെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ട് ട്വിറ്റർ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ജയലളിതയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്വിറ്ററിലൂടെ ഔദ്യോഗികമായ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. സോമി, മനു,
തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ അറിഞ്ഞ് ചെന്നൈയിലെ എയിംസ് ആശുപത്രിയിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അവരെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഏതു വിധത്തിലുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആശുപത്രിക്ക് ചുറ്റും അണ്ണാ DMK പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ്. അമ്മയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ആളുകളാണ് മുഴുവനും ആശുപത്രിയുടെ പുറത്തുള്ളത്. ഈ ആദ്യ സമയങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് നേരെയും ഈ AIDMK പ്രവർത്തകർ ചില ആക്രമണങ്ങളും മറ്റും നടത്തിയിരുന്നു. വ്യാജ വാർത്തകൾ, തെറ്റായ വാർത്തകൾ, ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു AIDMK പ്രവർത്തകർ ഈ ചില ക്യാമറകൾക്ക് നേരെയും മറ്റും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വലിയ സുരക്ഷയാണ് അപ്പോളോ ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അർദ്ധസൈനിക വിഭാഗം പൂർണ്ണമായി തന്നെ അപ്പോളോ ആശുപത്രിക്ക് ചുറ്റുപാടും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഈ പ്രധാന ടൗൺ പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. തമിഴ്നാട് DGP വിവിധ ബറ്റാലിയനുകളുള്ള പോലീസുകാരോട് അടിയന്തരമായി തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBCID ക്രൈം ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസുകാരോടും അടിയന്തരമായി ഇന്ന് ഡ്യൂട്ടിയിൽ തിരികെ എത്തണമെന്ന് കർശനമായ നിർദ്ദേശം DGP നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് DGPയോട് ക്രമസമാധാന നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് DGP മുഴുവൻ പോലീസുകാരോടും ഉടനടി ജോലിയിൽ തുറന്നു പ്രവേശിക്കാനും വിവിധ ബറ്റാലിയനിലുള്ളവർ ക്രമസമാധാന നിലയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സന്ദേശം നൽകുകയും ചെയ്തത്. മുഴുവൻ പോലീസുകാരും സന്നാഹമായി തന്നെ ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിനായി തമിഴ്നാട്ടിൽ സജ്ജമാണ്. ഇതോടൊപ്പം അർദ്ധസൈനിക വിഭാഗം 9 ബറ്റാലിയൻ അർദ്ധസൈനിക വിഭാഗങ്ങളും തമിഴ്നാട്ടിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കർശന സുരക്ഷയിലും അതോടൊപ്പം നിരീക്ഷണത്തിലുമാണ് തമിഴ്നാട്ടിലെ ഓരോ സമയവും കടന്നു പോകുന്നത്. കേരളത്തിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ അപ്പോളോ ആശുപത്രി അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോളോ ആശുപത്രി അധികൃതർ നൽകുന്ന മറുപടി തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു. യന്ത്രങ്ങളുടെ സഹായത്താലാണ് ജയലളിതയുടെ ശ്വാസകോശങ്ങളും അതോടൊപ്പം ഹൃദയവും പ്രവർത്തിക്കുന്നത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് തമിഴ്നാട്ടിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. മനു, ഈ സോഷ്യൽ മീഡിയകളിൽ അടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെയും മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. ഇത് തടയുന്നതിനായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ആശുപത്രിക്കകത്തുള്ള സ്റ്റാഫുകളുടെ മൊബൈൽ ഫോൺ ഉപയോഗം പോലും കർശന നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. ഇന്നലെ തന്നെ ഈ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ തെറ്റായ വാർത്തകളോ പ്രചരണങ്ങളോ നടക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആശുപത്രി സ്റ്റാഫുകളുടെ പോലും മൊബൈലുകൾ കർശനമായി നിരീക്ഷിക്കണം, കർശനമായി നിയന്ത്രണം കൊണ്ടുവരാൻ ഒരു തീരുമാനം ആശുപത്രി അധികൃതർ തന്നെ സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണങ്ങളോ മറ്റു സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കർശന സുരക്ഷ കൂടി ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ജയയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടരുന്നു എന്ന് തന്നെയാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ജയലളിതയുടെ ഹൃദയവും ശ്വാസകോശങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന വിവരം ഔദ്യോഗികമായി തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി തമിഴ്നാട് മന്ത്രിസഭാ യോഗം അടിയന്തരമായി അപ്പോളോ ആശുപത്രിയിൽ ചേരുകയും ഈ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം വലിയ ഗുരുതരമാവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് ആശുപത്രി പരിസരത്തും അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കണം എന്നൊരു തീരുമാനം ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉരുത്തിരിഞ്ഞതും പിന്നീട് ഗവർണർ വിദ്യാസാഗർ റാവു തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തത്. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ജോലിയിൽ തിരികെ എത്തിയിട്ടുണ്ട്. കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. ഈ സ്കൂളുകൾക്കും ഇന്ന് പൂർണ്ണമായി തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. എന്തായാലും സ്ഥിതി അതീവ ഗുരുതരമായാണ് തുടരുന്നത് എന്നാണ് ആശുപത്രി അധികൃതരുടെ പത്രക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇവർ ട്വിറ്ററിലൂടെയും മറ്റും അപ്പോളോ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ട്വിറ്റർ സന്ദേശവും മറ്റുമാണ്. ഇന്നലെ വൈകിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസ് റിലീസ് പുറത്തു വന്നതിന് ശേഷം ജയലളിതയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അപ്പോളോ ആശുപത്രി പുറത്തുവിട്ടിട്ടുണ്ടോ?
സ്ഥിതി ഗുരുതരം എന്ന് മാത്രമാണ് അപ്പോളോ ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളത്. ഔദ്യോഗികമായി മാധ്യമങ്ങൾക്കും മറ്റും ഒരു വിശദീകരണവും ഈ അപ്പോളോ ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല. ഈ അപ്പോളോ ആശുപത്രി അധികൃതർ തന്നെയാണ് ആദ്യം മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായി എന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിനുശേഷം വിദഗ്ധ നിരീക്ഷണത്തിൽ, ഡോക്ടർമാരുടെ വിദഗ്ധ നിരീക്ഷണത്തിലാണെന്നും ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഹൃദ്രോഗ വിദഗ്ധർ, പൾമോളജിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ വിദഗ്ധർ എന്നിവരുടെ വിദഗ്ധ സംഘം ജയലളിതയെ പരിശോധിക്കുന്നുവെന്നും അറിയിച്ചിരുന്നു. ലണ്ടനിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടറുടെ നിരീക്ഷണത്തിലാണ് ഈ ചികിത്സയെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിദഗ്ധ സംഘത്തെ ആവശ്യമെങ്കിൽ നൽകാമെന്ന് എയിംസിലെ ഡോക്ടർമാരും അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് എയിംസിൽ നിന്നും ഹൃദ്രോഗ വിദഗ്ധരെയും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരെ കൂടി അപ്പോളോ ആശുപത്രിയിലേക്ക് അയക്കാൻ ഇന്നലെ രാത്രി തന്നെ തീരുമാനിക്കുകയും ഈ വിദഗ്ധ സംഘം അപ്പോളോ ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. ഇപ്പോൾ എയിംസിലെ വിദഗ്ധ സംഘം, ഇതോടൊപ്പം ലണ്ടനിലെ പ്രമുഖ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, ഇതോടൊപ്പം അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ സംഘം എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയലളിതയെ ഇപ്പോൾ നിരീക്ഷിച്ചും ചികിത്സിച്ചും വരുന്നത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമെന്ന് തന്നെയാണ് അപ്പോളോ ആശുപത്രി അധികൃതരുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജയലളിതയുടെ ഹൃദയവും ശ്വാസകോശവും പൂർണ്ണമായി തന്നെ യന്ത്രത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും വിശദീകരണം ആരാഞ്ഞപ്പോൾ അപ്പോളോ അധികൃതർ നൽകിയിട്ടുള്ള വിശദീകരണം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അതീവ ഗുരുതരമാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനു, നേരത്തെയും ജയലളിതയെ ചികിത്സിച്ച ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയുടെ സേവനം ഇപ്പോഴും അപ്പോളോ ആശുപത്രി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ റിച്ചാർഡ് ഹെഡ്ലിയുടെ നേതൃത്വത്തിലാണ് ഈ ചികിത്സ പൂർണ്ണമായും പുരോഗമിക്കുന്നത്. നേരത്തെ സെപ്റ്റംബർ 22-നാണ് പനിയും ശ്വാസതടസ്സവും മൂലം ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ 2 മാസമായി ആരോഗ്യനില സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അന്ന് സെപ്റ്റംബർ 22-ന് പനിയും ശ്വാസതടസ്സവും മൂലം ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ലണ്ടനിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഈ അപ്പോളോ ആശുപത്രിയിൽ എത്തുകയും പിന്നീട് ഈ റിച്ചാർഡ് ഹെഡ്ലിയുടെ നേതൃത്വത്തിൽ ചികിത്സ പുരോഗമിക്കുകയും ജയലളിതയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അപ്പോളോ ആശുപത്രിയിൽ നിന്ന് തന്നെ വരികയും ചെയ്തത്. പിന്നീട് ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയതായും ഔദ്യോഗികമായ സ്ഥിരീകരണം വരികയും ചെയ്തിരുന്നു. ഇതിന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും ജയലളിതയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതായുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അപ്പോളോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത്. ആരോഗ്യസ്ഥിതി വളരെ മോശം എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഈ നിലവിലെ വിശദീകരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ജയയ്ക്ക് ഇപ്പോൾ ഹൃദയവും അതോടൊപ്പം ശ്വാസകോശവും സ്വാഭാവികമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഈ വിശദീകരണമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴുള്ള ഓരോ സെക്കൻഡിലെയും ജയയുടെ പ്രവർത്തനം എന്നാണ്, ആരോഗ്യ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതീവ ഗുരുതരമാണ് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ DMK പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരും വലിയ പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അർദ്ധസൈനിക വിഭാഗം ആശുപത്രി പരിസരത്തും ചുറ്റുമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട് പോലീസും ഈ ചെന്നൈയിലും സമീപ പ്രദേശത്തും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഇത് തടയുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോലീസും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതോടൊപ്പം ശബരിമലയിലും കനത്ത സുരക്ഷ ഒരുക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ശബരിമലയിൽ ആഴിക്ക് ചുറ്റും പോലീസ് ചങ്ങല പോലെ തീർത്ത് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശബരിമലയിൽ പോലും കൂടുതൽ തമിഴ്നാട് നിന്നുള്ള അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവരും മറ്റു ഗുരുതരമായ ആശങ്ക ജനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന് സംശയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ചെന്നൈയിലും തമിഴ്നാട്ടിലും അതോടൊപ്പം സമീപത്തെ കർണാടകത്തിലും കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മനുവിലേക്ക് തിരിച്ച് എത്താം. ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജയലളിതയുടെ വൃക്കയും ശ്വാസകോശവും യന്ത്രങ്ങളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി റിപ്പോർട്ട് നൽകുന്നത്. ഏതൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാനും തമിഴ്നാട് സജ്ജമായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.
തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അപ്പോളോ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ജയലളിതയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദില്ലിയിലെ എയിംസിലെയും ഒപ്പം തന്നെ ലണ്ടനിലെ വിദഗ്ധരുടെയും അടക്കമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ജയലളിതയുടെ ചികിത്സകൾ പുരോഗമിക്കുന്നത്. ഹൃദയവും ശ്വാസകോശവും യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്ന അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിശദീകരണം. മനു ശങ്കരൻ വീണ്ടും ചേരുന്നു. മനു, ചെന്നൈയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ പോലെ തന്നെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സുരക്ഷകൾ എങ്ങനെയാണ്? തീർച്ചയായും അർദ്ധസൈനിക വിഭാഗത്തിന്റെ കൂടി ശക്തമായ നിരീക്ഷണത്തിലാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. അതത് സംസ്ഥാനങ്ങളിലെ പോലീസുകാരോട് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നു. ഇതിനോടൊപ്പം അതത് സംസ്ഥാനങ്ങളിലെ പോലീസുകാരോടും ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിരോധനാജ്ഞയ്ക്ക് സമാനമായ സാഹചര്യത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 9 ബറ്റാലിയൻ അർദ്ധസൈനിക വിഭാഗങ്ങളാണ് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത്. ഇത് ഇന്നലെ ഇത്തരമൊരു വാർത്ത അപ്പോളോ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഗവർണർ വിദ്യാസാഗർ റാവു തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് ഫോണിലൂടെയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഈ അപ്പോളോ ആശുപത്രിയിൽ തന്നെ അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിലും ഈ ക്രമസമാധാന നില സംബന്ധിച്ചുള്ള ആശങ്കകളാണ് ഉയർന്നു വന്നത്. ഇതിനെ തുടർന്നാണ് ഈ കേന്ദ്രം ഇടപെടണമെന്നും കേന്ദ്രത്തിന്റേതായ സുരക്ഷ ഒരുക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നത്. ഇതിനെ തുടർന്നാണ് ഗവർണർ വിദ്യാസാഗർ റാവു തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഫോണിൽ ബന്ധപ്പെടുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ഉടനടി തന്നെ ബറ്റാലിയൻ ഫോഴ്സുകളെ സംസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചതും ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമെന്ന സ്ഥിരീകരണം അപ്പോളോ ആശുപത്രി അധികൃതർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തത്. ഈ ഒരു വിവരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് 9 ബറ്റാലിയൻ അർദ്ധസൈനിക വിഭാഗങ്ങളെ സംസ്ഥാനത്തേക്ക് വിന്യസിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. ഈ അർദ്ധസൈനിക വിഭാഗത്തിന്റെ പൂർണ്ണമായ സുരക്ഷയിലാണ് അപ്പോളോ ആശുപത്രി പരിസരം മുഴുവനായുള്ളത്. ഇതോടൊപ്പം ചെന്നൈയിലും മറ്റു സുപ്രധാനമായ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിലും അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട് DGP മുഴുവൻ പോലീസുകാരോടും വിവിധ വിഭാഗങ്ങളിലുള്ള CBCID അടക്കമുള്ള വിവിധ വിഭാഗങ്ങളിലെ പോലീസുകാരോട് ക്രമസമാധാന ഡ്യൂട്ടിക്കായി തിരികെ എത്തണമെന്ന ഉത്തരവ് ഇന്നലെ തന്നെ പുറത്തിറക്കിയിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഭൂരിഭാഗം പോലീസുകാരും ജോലിയിൽ തിരികെ എത്തിയിട്ടുണ്ട്. അതത് SP-മാരുടെയും കമ്മീഷണർമാരുടെയും കീഴിൽ തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇന്നലെ തമിഴ്നാട് DGP നൽകിയിരുന്നത്. ശരി മനു, അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വാർഡിൽ ചികിത്സയിലായിരുന്ന ജയലളിതയെ വീണ്ടും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ശ്വാസകോശവും വൃക്കയും അടക്കമുള്ള അവയവങ്ങൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദില്ലിയിലെ എയിംസിലെയും ഒപ്പം തന്നെ ലണ്ടനിലെയും വിദഗ്ധ ഡോക്ടർമാരുടെ സഹായവും അപ്പോളോ ആശുപത്രി ജയലളിതയുടെ ചികിത്സയ്ക്കായി തേടുന്നുണ്ട്. ഒപ്പം തന്നെ ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അതീവ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.